അവൻ നിങ്ങളെ കരയിക്കുന്നു, ദേഷ്യപ്പെടുന്നു, അപമാനിക്കുന്നു. പക്ഷേ അതേ വ്യക്തി തന്നെ പിന്നീട് നിങ്ങളോട് സ്നേഹത്തോടെ പെരുമാറിയാൽ നിങ്ങളെല്ലാം മറന്ന് അവൻ്റെ അരികിലേക്ക് വീണ്ടും പോകുന്നു. എന്നാൽ ഒരിക്കലെങ്കിലും നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടോ, എന്തുകൊണ്ട് ഞാൻ അവനെ വിട്ടു പോകുന്നില്ല, അല്ലെങ്കിൽ എന്തുകൊണ്ട് ഞാൻ അവൻ ഇത്രയും സ്നേഹിക്കുന്നു? നിങ്ങൾ ദുർബലനായതുകൊണ്ടോ അല്ലെങ്കിൽ സ്നേഹക്കൂടുതൽ ഉള്ളതുകൊണ്ടോ മാത്രമല്ല നിങ്ങൾ ഈ ബന്ധത്തിൽ തന്നെ നിലനിൽക്കുന്നത്. ചില ടോക്സിക് റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന ശക്തമായ സൈക്കോളജിക്കൽ അറ്റാച്ച്മെന്റ് ആണ് ട്രോമ ബോണ്ടിങ്. ഞാൻ കാർത്തിക വിനോദ്, സൈക്യാട്രിക് സോഷ്യൽ വർക്കർ ആൻഡ് സൈക്കോളജിക്കൽ കൗൺസിലർ. ഒരിക്കൽ അനു എന്നൊരു കുട്ടി എൻ്റെ അടുത്ത് വന്നു. ആ കുട്ടി ഏകദേശം ഒരു 20 വയസ്സ് പ്രായമുണ്ട്. എന്നോട് വന്നപ്പോഴേ ആ കുട്ടി എന്നോട് പറഞ്ഞത്, മാഡം ഞാനൊരു ബന്ധത്തിൽ പെട്ട് കിടക്കുകയാണ്, കഴിഞ്ഞ 3 വർഷമായി. ആ ബന്ധത്തിൽ പെട്ടതോടെ ഞാനല്ലാണ്ടായി മാറി, എൻ്റെ സ്വഭാവമേ മാറി. എന്തിനും ഏതിനും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കരച്ചിലും ദേഷ്യവും മാത്രമായി എനിക്ക് ഒറ്റയ്ക്കിരിക്കാനാണ് ഇപ്പോൾ ഏറ്റവും ഇഷ്ടം. എനിക്ക് ആരോടും മിണ്ടുന്നതൊന്നും താല്പര്യമല്ല. പക്ഷെ ഞാൻ തിരിച്ചറിയുന്നു, ഞാൻ ആ ബന്ധത്തിൽ പെട്ടതിൽ പിന്നെയാണ് ഞാൻ ഇങ്ങനെയായി മാറിയത്. എനിക്ക് ആ ബന്ധം തുടർന്നുകൊണ്ട് പോകാൻ പറ്റില്ല. എനിക്ക് എങ്ങനെയെങ്കിലും അതിൽ നിന്ന് പുറത്ത് കിടക്കണം, എന്നെ ഒന്ന് സഹായിക്കണം. ഞാൻ ആ കുട്ടിയോട് ആ പ്രണയത്തെ പറ്റി കൂടുതലായിട്ട് ചോദിച്ചപ്പോൾ ആ കുട്ടി പറഞ്ഞത്, ഞങ്ങൾ ഫേസ്ബുക്ക് വഴി പ്രണയിച്ചവരാണ്, ഫേസ്ബുക്ക് വഴി കണ്ടുമുട്ടിയതാണ്. അങ്ങനെ ഞങ്ങൾ പ്രണയിക്കുകയാണ്. കഴിഞ്ഞ 3 വർഷമായി ഞങ്ങൾ പരസ്പരം പ്രണയിക്കുകയാണ്. ഇതിനിടയിൽ ഞങ്ങൾ പരസ്പരം മീറ്റ് ചെയ്യുകയുണ്ടായി. പക്ഷേ എന്നെ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് അവനാണ്. പക്ഷെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്നതും അവൻ തന്നെയാണ്. അവൻ എത്ര എന്നെ വേദനിപ്പിച്ചാലും എനിക്ക് അവനെ വിട്ടുപോകാൻ പറ്റുന്നില്ല. പക്ഷേ അതിൽ നിന്നും എനിക്കുണ്ടാവുന്ന ഒരു എഫക്റ്റ് എന്ന് പറഞ്ഞാൽ അതിഭീകരമാണ്. എൻ്റെ സ്വഭാവമേ മാറിയിരിക്കുകയാണ് മാഡം, ഞാൻ എന്ത് ചെയ്യണം? ശരിക്കും ഈ വീഡിയോ കാണുന്ന പലർക്കും ഈ ഒരു സംഭവം റിലേറ്റ് ചെയ്യാൻ സാധിക്കും. കാരണം ഒട്ടനവധി പേരുടെ ലൈഫിൽ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഇത്. പലരും ഒരു പ്രണയബന്ധത്തിൽ പെട്ടുപോകുന്നു, പക്ഷെ അതിൽ നിന്ന് ഊരി പോകാൻ അവർക്ക് പറ്റത്തില്ല. കാരണം എതിരെ നിൽക്കുന്ന വ്യക്തി അത്രയും ഭയങ്കരമായിട്ടായിരിക്കും അവരെ സ്നേഹിക്കുന്നത്. ശരിക്കും ഇതൊരു സ്നേഹമാണോ? അല്ല, ഒരിക്കലും ഇതൊരു ആത്മാർത്ഥമായ സ്നേഹമല്ല. ഇതിന് പറയുന്നതാണ് ട്രോമ ബോണ്ടിങ്. ട്രോമ ബോണ്ടിങ് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. നമ്മളെ സ്നേഹിക്കുന്ന വ്യക്തി, അതായത് ഈ പറഞ്ഞ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി, അതൊരു പക്ഷേ സ്ത്രീയാകാം പുരുഷനാകാം, അവർ നമ്മളെ അമിതമായി സ്നേഹിക്കും. നമുക്കത് തോന്നും, ഭയങ്കരമായിട്ട് നമ്മളെ സ്നേഹിക്കുന്നു, ഭയങ്കരമായിട്ട് നമ്മളെ കെയർ ചെയ്യുന്നു. എപ്പോഴും മെസ്സേജ് ആയിരിക്കും, നീ കഴിച്ചോ, കുടിച്ചോ, ഉറങ്ങിയോ, എവിടെയാണ്, എന്താണ് ചെയ്യുന്നത്, എപ്പോഴും നമുക്ക് മെസ്സേജ്, എപ്പോഴും ഫോൺ കോൾസ്, ഇങ്ങനെയൊക്കെ നമ്മൾ സ്നേഹിച്ചുകൊണ്ടിരിക്കും. അപ്പം ഇവരുടെ ഈ സ്നേഹം കാണുമ്പോൾ നമ്മൾ ഓർക്കും, നമ്മൾ ഇത്രയും സ്നേഹിക്കുന്ന വ്യക്തി വേറെ എങ്ങുമില്ല, എൻ്റെ അച്ഛനും അമ്മയും പോലും എന്നെ ഇങ്ങനെ സ്നേഹിച്ചിട്ടില്ല, ഇദ്ദേഹം എത്ര ആത്മാർത്ഥമായിട്ടാണ് എന്നെ സ്നേഹിക്കുന്നത്, എൻ്റെ ഭാഗ്യമാണ് ഈ ചേട്ടൻ എന്നൊക്കെ എതിരെ നിൽക്കുന്ന ആൾ ചിന്തിക്കും. പക്ഷെ അതേ സമയം തന്നെ ഈ വ്യക്തി തന്നെ ഇവർ ഒരുപാട് ഹേർട്ട് ചെയ്യും. അതായത് ഇവരുടെ കാര്യത്തിലെല്ലാം കയറി ഇടപെടുക. ഇവരെപ്പം പുറത്തു പോകണം, എപ്പം വീട്ടിലിരിക്കണം, അല്ലെങ്കിൽ എപ്പോൾ കഴിക്കണം, എപ്പോൾ ഉറങ്ങണം തുടങ്ങിയ കാര്യങ്ങളെല്ലാം തീരുമാനിക്കുന്നത് ഇവരായിരിക്കും. അപ്പോൾ അവർ വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ, നീ ആരോടാ ഇത്ര നേരം ഫോൺ വിളിച്ചുകൊണ്ടിരുന്നത്, ഞാൻ വിളിച്ചത് കണ്ടില്ലേ, ഞാൻ വിളിക്കുമ്പോൾ നിനക്ക് എടുക്കാൻ മേലെ, എൻ്റെ മെസ്സേജിന് റിപ്ലൈ തരാൻ ലേറ്റ് ആയതെന്താ, ഞാൻ മെസ്സേജ് അയക്കുമ്പോൾ അപ്പോൾ തന്നെ നീ എനിക്ക് റിപ്ലൈ തരണം, അല്ലെങ്കിൽ ഷാൾ ഇടാതെ നീ എന്തുകൊണ്ട് പുറത്തിറങ്ങി, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഷാൾ ഇട്ടുകൊണ്ട് പുറത്തിറങ്ങണം. ഇങ്ങനെ കുറേ രീതിയിൽ ഇവരെ ഹേർട്ട് ചെയ്യും. അതല്ലെങ്കിൽ നീ ഇന്ന ആൾക്കാരോട് മിണ്ടരുത്, അല്ലെങ്കിൽ നീ ഇൻസ്റ്റഗ്രാം യൂസ് ചെയ്യരുത്, ഫേസ്ബുക്ക് അക്കൗണ്ട് ഡിലീറ്റ് ചെയ്യണം, വാട്സപ്പിൽ ഞാൻ മാത്രമായിട്ട് ചാറ്റ് ചെയ്താൽ മതി. ഇങ്ങനെ കുറേ കണ്ടീഷൻസ് ഇവരിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആളെന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവരുടെ ഈ സ്നേഹം കൊണ്ട് ഇവരിതിൽ പെട്ടുപോകും. കാരണം അതേ വ്യക്തി തന്നെ ഇവരെ സ്നേഹിക്കുന്നുമുണ്ട്, തിരിച്ചിങ്ങനെ ഹേർട്ട് ചെയ്യുന്നത് ഇവർക്കൊരു കെയറിംഗ് ആയിട്ട്, ഇവർക്ക് ഹേർട്ടായിട്ട് തോന്നുന്നുണ്ട്, അതേസമയം ഇവർക്കൊരു കെയറിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ഒരു പരിധിക്കപ്പുറം പോകുമ്പോൾ ഇവർ തമ്മിൽ വഴക്കൊക്കെ പിടിക്കും. കാരണം ഒരു പരിധിക്കപ്പുറം കഴിയുമ്പം എതിരെ നിൽക്കുന്ന ആള് വഴക്കുണ്ടാക്കും. നീ എന്താ ഈ പറയുന്നത്, ഇതൊക്കെ എൻ്റെ ഇഷ്ടങ്ങളല്ലേ, എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ചെയ്യും, നീ ആരെന്നെ കൺട്രോൾ ചെയ്യാന്നൊക്കെ എതിരെ നിൽക്കുന്ന ആൾ പറയും. അങ്ങനെ ഇവർ തമ്മിൽ വഴക്കുണ്ടായി ഇവർ തമ്മിൽ 2 ദിവസമൊക്കെ മിണ്ടാണ്ടിരിക്കുമ്പോൾ ഈ ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് എന്താ തോന്നുന്നത്, അവൻ എന്നോട് മിണ്ടുന്നില്ല, എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല. കാരണം ഇവര് അത്രയും സ്നേഹിച്ചതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴായിരിക്കും 2 ദിവസം കഴിയുമ്പം ഇതേ വ്യക്തി തന്നെ ഈ സ്ത്രീയോട്, ഈ ഒരു കുട്ടിയോട് ക്ഷമ പറഞ്ഞുകൊണ്ട് വരുന്നത്. നീ എന്നോട് ക്ഷമിക്കുക, എനിക്ക് നീ ഇല്ലാതെ പറ്റത്തില്ല, നിനക്കറിയത്തില്ലേ, എനിക്ക് നിന്നെ അത്ര ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ നിന്നോട് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്, എന്നോട് ക്ഷമിക്കുക നീ. അപ്പം ഈ കുട്ടി എന്താ വിചാരിക്കുന്നത്, എന്നോട് അത്രയും സ്നേഹം ഉണ്ടായിട്ടാണ് ചേട്ടൻ ഇങ്ങനെയൊക്കെ പറയുന്നത്, സാരമില്ല, ക്ഷമിച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ഇവർ ഒന്നാവുകയാണ് ചെയ്യുന്നത്. പിന്നീട് ഇവർ തമ്മിലൊരു റൊമാൻറ്റിക് നിമിഷങ്ങൾ പിന്നെ ഉണ്ടാവും. അതിനുശേഷം ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇയാൾ ഹേർട്ട് ചെയ്യും. നീ എപ്പോഴാണ് പുറത്തു പോയത്, നിന്നോട് ഞാൻ പറഞ്ഞിട്ടില്ലേ ഒറ്റയ്ക്ക് പുറത്തു പോകില്ല, ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പിന്നെ വഴക്കുണ്ടാവും. പിന്നെ ഇവർ പിണങ്ങിയിരിക്കും. പിന്നെ ഇദ്ദേഹം ക്ഷമ പറഞ്ഞു വരും, കുട്ടിയെല്ലാം മറക്കും, വീണ്ടും ഒന്നാകും.
ഇങ്ങനെ ഒരു റിലേഷൻ ആയിരുന്നു എൻ്റെ അടുത്ത് വന്ന അനുവിൻ്റേത്. ശരിക്കും ഇത് സ്നേഹമല്ല, ഇതിനെയാണ് ട്രോമ ബോണ്ടിങ് എന്ന് പറയുന്നത്. ഇതൊരു സൈക്കിളാണ്. സൈക്കിൾ എന്ന് പറഞ്ഞാൽ ഇതിലെ 4 ഘടകങ്ങളാണ് മെയിനായിട്ട് അടങ്ങുന്നത്. 1 ലവ്, 2 ഹേർട്ട്, 3 അപ്പോളജി, 4 അഫെക്ഷൻ. ഇതൊരു സൈക്കിൾ പാറ്റേൺ ആണ്. ഇതിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. ഈ റിലേഷൻ എത്രത്തോളം മുന്നോട്ട് പോകുന്നോ ഇതേ രീതിയിൽ തന്നെയായിരിക്കും കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ നമ്മുടെ ബ്രെയിന് സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഈ പാർട്ട്ണർ നമുക്ക് റിപ്പീറ്റ് ആയിട്ട് സ്ട്രെസ് തന്നുകൊണ്ടിരിക്കുക. അതായത് നീ ഫേസ്ബുക്ക് ഉപയോഗിക്കരുത്, ഇൻസ്റ്റ ഉപയോഗിക്കരുത്, നീ എന്നോട് മാത്രമേ മിണ്ടാവുള്ളൂ, നീ വേറെ ആരോടും മിണ്ടരുത്, ഇങ്ങനെയൊക്കെ കുറേ നിബന്ധനകൾ വെക്കുമ്പോൾ നമുക്കത് സ്ട്രെസ് കൂടിക്കൊണ്ടിരിക്കുക. അപ്പം നമ്മുടെ ബ്രെയിനിൽ ആ ഒരു സ്ട്രെസ് റെസ്പോൺസ് സിസ്റ്റം സജീവമാവുക. നമുക്ക് പിന്നെ ഭയങ്കര സ്ട്രെസ് ആയിരിക്കും മുന്നോട്ടുള്ള ദിവസങ്ങളിലൊക്കെ. ഇവനെന്താ ഇങ്ങനെയൊക്കെ എന്നോട് പെരുമാറുന്നേ, ഇവനെന്താ ഇങ്ങനെയൊക്കെ എന്നൊക്കെ നമുക്ക് ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും. പക്ഷെ 2-3 ദിവസം കഴിയുമ്പോൾ ഇതേ വ്യക്തി തന്നെ നമ്മളോട് വന്ന് പറയും, സോറി പൊന്നെ, ഞാൻ അപ്പോഴത്തെ ഒരു ദേഷ്യത്തിന് നിന്നോട് പറഞ്ഞതാ. നമ്മൾ എത്രത്തോളം കൊഞ്ചിക്കാവോ, എത്രത്തോളം കെയർ ചെയ്യാവോ അത്രയും കെയർ ചെയ്തായിരിക്കും ഇവർ ആ നിമിഷം നമ്മളോട് സംസാരിക്കുന്നത്. അപ്പോൾ നമുക്ക് അവരിൽ നിന്ന് തന്നെയാണ് ഒരു ഇമോഷണൽ റിലീഫ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് സ്വയം തോന്നുന്നത് എന്താ, അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിന് തോന്നുന്നത് എന്താ, നമ്മളെ വേദനിപ്പിക്കുന്ന വ്യക്തി തന്നെയാണ് നമ്മളെ ഒരുപാട് സ്നേഹിക്കുന്നതും. ഇത് ബ്രെയിനിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കിയാണ് ചെയ്യുന്നത്. അതായത് ഒരു കൺഫ്യൂസിങ് ഇമോഷണൽ എക്സ്പീരിയൻസ് ആണ് ഇവിടെ ഉണ്ടാവുന്നത്. ഇതുകൊണ്ടാണ് പുറത്തുനിന്ന് ഒരാൾ നോക്കുമ്പോൾ ഇത്രയേറെ പ്രശ്നങ്ങൾ ആ പെൺകുട്ടിക്ക് ഉണ്ടായിട്ട് ഇവൾ എന്തുകൊണ്ട് അവനെ വിട്ടു പോകുന്നില്ല എന്ന് തോന്നുന്നത്. ശരിക്കും അത് അവളുടെ കുറ്റമല്ല, അവളൊരു ട്രോമയിൽ പെട്ടുകിടക്കുകയാണ്. ട്രോമയല്ല, ട്രോമ ബോണ്ടിങ്ങിൽ പെട്ടുകിടക്കുകയാണ്. ഇത് ലവേഴ്സിന്റെ ഇടയിലുമുണ്ട്, അതുപോലെ കപ്പിൾസിന്റെ ഇടയിലുമുണ്ട്. ഒരുപാട് കപ്പിൾസ് ഈ പ്രശ്നം കൊണ്ട് അവർക്ക് എന്താ ചെയ്യേണ്ടെന്നറിയാതെ ജീവിക്കുന്ന കപ്പിൾസ് ഇന്നും ഉണ്ട് കേട്ടോ. അവർ കുട്ടികളൊക്കെ ആയി എങ്കിലും അവർക്ക് പുറത്തിറങ്ങാൻ പറ്റുന്നില്ല. കാരണം അവർ നോക്കുമ്പോൾ അവരുടെ ഹസ്ബൻഡ് അവരെ സ്നേഹിക്കുന്നുമുണ്ട്, വഴക്കിടുന്നുമുണ്ട്. അപ്പോഴൊക്കെ അവർ ചിന്തിക്കുന്നത് എന്താണെന്നറിയാമോ, എന്നോട് വഴക്കിട്ടാലും എൻ്റെ ഹസ്ബൻഡ് എന്നെ സ്നേഹിക്കുന്നുണ്ടല്ലോ, എൻ്റെ കുട്ടികളുടെ കാര്യം നോക്കുന്നുണ്ടല്ലോ, സാരമില്ല, ഇതൊക്കെ മാറിക്കോളും, അദ്ദേഹത്തിൻ്റെ സ്വഭാവം മാറിക്കോളും എന്നൊരു പ്രതീക്ഷയിലാണ് ഈ കപ്പിൾസ്, ഈ വൈഫ് ജീവിക്കുന്നത് മുന്നോട്ട്. ഈ അടുത്ത കാലത്ത് ഒരു ലേഡി എന്നോട് സംസാരിച്ചതാണ്. അവരും ഹസ്ബൻഡ് നല്ല വഴക്കാണ്, പക്ഷെ അവർക്ക് ഹസ്ബൻഡിനെ വിട്ടുപോകാൻ സാധിക്കുന്നില്ല. കാരണം ഹസ്ബൻഡിന്റെ കുറ്റങ്ങൾ പറഞ്ഞു കേട്ടാൽ ഇത്രയും ദുഷ്ടനായ ഒരു മനുഷ്യൻ വേറെ ഇല്ലെന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ അവർക്ക് ആ ബന്ധത്തിൽ നിന്ന് ഊരിപ്പോകാൻ പറ്റുന്നില്ല. ഞാൻ ചോദിച്ചു, നിങ്ങൾ എന്തുകൊണ്ട് എന്നിട്ടും ആ ബന്ധത്തിൽ നിന്ന് ഊരിപ്പോകാൻ നോക്കുന്നില്ല, ശ്രമിക്കുന്നില്ല? അപ്പോൾ ഇവർ പറയുന്നത്, ഹസ്ബൻഡ് എന്നെ സ്നേഹിച്ച നിമിഷങ്ങളും ഉണ്ട്, ഒരുപാട് നല്ല മെമ്മറീസും ഉണ്ട്. ഇതാണ് ട്രോമ ബോണ്ടിങ്. ആ ലേഡി ഈ ഒരു ട്രോമ ബോണ്ടിങ്ങിൽ പെട്ടുകിടക്കുകയാണ് ചെയ്യുന്നത്. വേദനിപ്പിച്ച ആള് തന്നെയാണ് കെയർ ചെയ്യുന്നതും. ഇത് രണ്ടും ഒരു വ്യക്തിയിൽ നിന്നാണ് കിട്ടുന്നത്. എന്ന് വെച്ച് എല്ലാ ടോക്സിക് റിലേഷൻഷിപ്പും ട്രോമ ബോണ്ടിങ് ആവണമെന്നില്ല. ഇനി ട്രോമ ബോണ്ടിങ് തിരിച്ചറിയാൻ സഹായിക്കുന്ന ചില സൈൻസ് നമുക്ക് നോക്കാം. 1, വേദനിപ്പിച്ചിട്ടും അയാൾ നഷ്ടപ്പെടുമോ എന്ന ഭയം നമുക്ക് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രോമ ബോണ്ടിങ്ങിൽ പെട്ടുകിടക്കുകയാണ്. 2, ഈ അബ്യൂസിന് ശേഷം വരുന്ന സ്നേഹപ്രകടനങ്ങൾ, അതായത് പിണക്കം തീർക്കാൻ അവർ ചിലപ്പം നിങ്ങളൊന്ന് ഫോൺ വിളിക്കും, മുത്തേ പൊന്നെ ചക്കര എന്നൊക്കെ വിളിക്കും, ചെറിയ ഗിഫ്റ്റ് അയക്കും, അല്ലെങ്കിൽ ഒരു മെസ്സേജ്, നീ എന്നെ എടുക്കുക, എന്നോട് ക്ഷമിക്കൂ, സോറി, അല്ലെങ്കിൽ ഒരു ഫ്ലവർ നിങ്ങൾക്ക് കൊണ്ടുതരുന്നു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ സ്നേഹപ്രകടനങ്ങൾ നിങ്ങൾക്ക് വളരെ വലുതായിട്ട് തോന്നും. 3, അയാൾ മോശക്കാരനല്ല, ചില സാഹചര്യങ്ങളാണ് ചേട്ടനെ ഇങ്ങനെ ആക്കുന്നത് എന്ന് നിങ്ങളങ്ങ് സ്വയം വിചാരിക്കുക. നിങ്ങളുടെ വേദനയെക്കാളും പാർട്ട്ണറിന്റെ അവസ്ഥയെ നിങ്ങൾ ന്യായീകരിക്കാൻ നോക്കുക ചെയ്യുന്നത്. ഇങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു അവസ്ഥയിൽ, അതായത് ട്രോമ ബോണ്ടിങ്ങിൽ പെട്ടുകിടക്കുകയാണ്. 4, നല്ല ദിവസങ്ങൾ മാത്രം ഓർത്തുകൊണ്ട് മോശം ദിവസങ്ങൾ നിങ്ങൾ മനഃപൂർവ്വം മറന്നു കളയാൻ ശ്രമിക്കുന്നു. അതായത് ചിലപ്പോൾ മാത്രമാണ് ഇവനിങ്ങനെ, അല്ലാത്ത സമയമൊക്കെ പാവമാണ്, നല്ല മനുഷ്യനാണ്, ഞാൻ പറയുന്നതൊക്കെ എനിക്ക് മേടിച്ചു തരും, എൻ്റെ ആഗ്രഹങ്ങളൊക്കെ സാധിച്ചു തരും, ഇങ്ങനെ നിങ്ങൾ സ്വയം ചിന്തിക്കുകയാണ്. 5, റിലേഷൻഷിപ്പിൽ നടക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവരോട് പറയാൻ മടിക്കും. ഉദാഹരണത്തിന്, ഇപ്പം നമ്മളൊരു റിലേഷൻഷിപ്പിലാണെന്ന് വിചാരിക്കുക. അപ്പം നമ്മൾ നമ്മുടെ പാർട്ട്ണറുമായിട്ടുള്ള, ഇപ്പം എൻ്റെ പാർട്ട്ണറുമായിട്ട് ഞാൻ ഇന്ന് ഐസ്ക്രീം കഴിക്കാൻ പോയി, അല്ലെങ്കിൽ ഞങ്ങൾ പാർക്കിൽ കറങ്ങാൻ പോയി എന്ന് നമ്മൾ ഫ്രണ്ട്സിനോട് പറയും. പക്ഷേ ട്രോമ റിലേഷൻഷിപ്പിൽ പെട്ട് കിടക്കുന്ന ആളുകൾ ഇത് ഫ്രണ്ട്സിനോട് പറയാൻ പോലും മടിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഉള്ളിലൊരു ബോധമുണ്ട്, ഇന്ന് ഞങ്ങൾ സ്നേഹത്തിലാണെങ്കിൽ നാളെ ഞങ്ങൾ അടിയായിരിക്കും. അപ്പോൾ ഈ സ്നേഹിച്ചിരിക്കുന്ന കാര്യത്തെ ഡീറ്റെയിൽസ് എൻ്റെ ഫ്രണ്ട്സിനോട് പറഞ്ഞാൽ നാളെ ഞങ്ങൾ അടി പിടിക്കുന്ന കാര്യം ഫ്രണ്ട്സിനോട് പറയുമ്പോൾ അവരെന്നെ കളിയാക്കും എന്നൊരു പേടിയൊക്കെ കൊണ്ട് ഇവരുടെ റിലേഷൻഷിപ്പിൽ ഒരു കാര്യവും ആരോടും ഷെയർ ചെയ്യത്തില്ല, ഫ്രണ്ട്സിനോടും പറയത്തില്ല, ഫാമിലിയിലും പറയത്തില്ല.
ആറാമത്തെ, സ്വന്തം ബൗണ്ടറീസ് നിങ്ങൾക്ക് നഷ്ടപ്പെടുക. അതായത് എനിക്ക് ഈ ഒരു കാര്യം ഇഷ്ടമല്ല എന്ന് പറയാനുള്ള ധൈര്യം പോലും നിങ്ങളിൽ നിന്ന് ചോർന്നു പോകുന്ന ഒരു അവസ്ഥയുണ്ട്. അതൊക്കെ ഇതിന്റെ ഒരു ഉദാഹരണമാണ്. 7, പാർട്ട്ണറിന്റെ മൂഡ് അനുസരിച്ചായിരിക്കും നിങ്ങൾ നിങ്ങളുടെ സ്വഭാവം കാണിക്കുന്നത്. പാർട്ട്ണർ ദേഷ്യത്തിലാണെങ്കിൽ നിങ്ങളൊരു എന്തെങ്കിലും ഒരു ഹാപ്പി ന്യൂസ് പറയണമെന്നുണ്ടായിരിക്കും നിങ്ങൾക്ക്, പക്ഷെ നിങ്ങളത് പറയത്തില്ല. ഇപ്പൊ പറയണ്ട, ഇപ്പൊ പറഞ്ഞാൽ ദേഷ്യപ്പെടും, പിന്നെ പറയാമെന്ന് നിങ്ങൾ ചിന്തിക്കും. 8, നിങ്ങൾ വിട്ടുപോകാൻ തീരുമാനിച്ചാലും നിങ്ങൾക്ക് ഒരിക്കലും വിട്ടുപോകാൻ സാധിക്കുന്നില്ല. നിങ്ങൾ വീണ്ടും ആ റിലേഷൻഷിപ്പിലേക്ക് തന്നെ മടങ്ങും. 9, സ്വന്തം പെർസെപ്ഷനെ നിങ്ങൾ സംശയിക്കുന്നു. അതായത് ഞാനാണോ തെറ്റുകാരി, എൻ്റെ ഓവർ റിയാക്ഷൻ കൊണ്ടാണോ ഞങ്ങൾക്കിടയിൽ അടി ഉണ്ടാവുന്നത്, ഇനി എൻ്റെ സ്വഭാവമാണോ മോശം, ഇങ്ങനെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാവുന്നു. 10, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്, ഇതെല്ലാവർക്കും തോന്നുന്നതാണ്, അയാൾ മാറിയാൽ ഞങ്ങളുടെ ലൈഫ് നന്നാവും എന്നൊരു പ്രതീക്ഷയിൽ നിങ്ങൾ പിന്നെയും ജീവിച്ച് മുന്നോട്ട് പോവുക ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും പറഞ്ഞ പോയിന്റ്സിൽ ഏതെങ്കിലും ഒരു മിനിമം ഒരു 5 എണ്ണമെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രോമ ബോണ്ടിങ്ങിൽ പെട്ടുകിടക്കുകയാണെന്ന് നിങ്ങൾ തിരിച്ചറിയുക. ഇത് ഒരിക്കലും മുന്നോട്ട് പോകുന്ന ഒരു നല്ല ലൈഫല്ല. ഒരിക്കലും നമുക്ക് അവരെ മാറ്റാനും സാധിക്കില്ല. നിങ്ങൾ ഇത് തിരിച്ചറിഞ്ഞ് അതിൽ നിന്ന് പുറത്തു കടക്കുക എന്നൊരു മാർഗമാണ് ഇതിന് ഏറ്റവും വലിയ സൊല്യൂഷൻ ആയിട്ടുള്ളത്. ഇവിടെ കൗൺസിലിങ്ങിന് എൻ്റെ അടുത്ത് വന്ന അനു എന്ന കുട്ടിയും ഇത് തന്നെയാണ് പറഞ്ഞത്. അവൾക്ക് ഇതിൽ നിന്ന് പുറത്തു കിടക്കാൻ പറ്റുന്നില്ല, ഞാൻ എങ്ങനെ പുറത്തു കിടക്കും എന്നാണ് എന്നോട് ചോദിച്ചത്. അപ്പോൾ ഇത് ഓവർകം ചെയ്യാനുള്ള മാർഗം എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാം. 1, പാറ്റേൺ തിരിച്ചറിയുക. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഇതാണ്. ഞാൻ ആദ്യമേ പറഞ്ഞു ഒരു സൈക്കിൾ ആണെന്ന്. ആ സൈക്കിൾ പാറ്റേൺ നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളത് ചിന്തിക്കുക, ഈ ഒരു പാറ്റേണിലാണോ എൻ്റെ ലൈഫ് ഇത്രനാളും മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. ആദ്യം അയാൾ എന്നെ സ്നേഹിക്കുന്നു, പിന്നെ അയാൾ ഞാനുമായിട്ട് വഴക്കുണ്ടാക്കുന്നു, പിന്നെ അയാൾ എന്നോട് സോറി പറയുന്നു, പിന്നെ ഞങ്ങൾ കൂട്ടുകൂടുന്നു, വീണ്ടും അയാൾ എന്നെ സ്നേഹിക്കുന്നു, പിന്നെയും വഴക്ക്, പിന്നെയും സോറി, പിന്നെയും കൂട്ടുകൂടുന്നു. ഇങ്ങനെ ഒരു സൈക്കിളാണോ പോകുന്നതെന്ന് നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കി വെക്കുക. 2, നിങ്ങൾ സംഭവങ്ങൾ എഴുതി വെക്കുക. നിങ്ങളും ആ പാർട്ട്ണറും തമ്മിലുള്ള വഴക്കുണ്ടാക്കിയ സംഭവങ്ങളൊക്കെ നിങ്ങൾ എഴുതി വെക്കുക. അപ്പോൾ പിന്നീട് നിങ്ങൾക്കത് കൺഫ്യൂഷൻ കുറയ്ക്കാൻ ഇടയാവും. കാരണം ഇത് നിങ്ങൾ മറന്നുപോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. നിങ്ങൾ തമ്മിലുള്ള ഇടയ്ക്കത്തെ വഴക്കിൻ്റെ പ്രശ്നം എന്താണ്, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ പ്രശ്നം എന്താണ്, നിങ്ങൾ മറന്നുപോകാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങൾ അപ്പം തന്നെ എഴുതി വെക്കുക. ഈ ദിവസം വഴക്കുണ്ടാക്കിയത് ഇന്നൊരു കാരണത്തിലാണ്. അങ്ങനെ നിങ്ങൾ എഴുതി വെക്കുന്നത് നിങ്ങളുടെ കൺഫ്യൂഷൻ കുറയ്ക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. 3, നിങ്ങൾക്ക് ഏറ്റവും വിശ്വാസമുള്ള ആളോട് നിങ്ങൾ ഈ കാര്യം ഷെയർ ചെയ്യുക. നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ്, അല്ലെങ്കിൽ ബന്ധുക്കാർ, അമ്മ, അച്ഛൻ, സിബ്ലിങ്സ്, ആരോട് വേണമെങ്കിലും നിങ്ങൾക്ക് ഈ പ്രശ്നം നിങ്ങൾക്ക് ഷെയർ ചെയ്യാം. നിങ്ങൾ ഷെയർ ചെയ്യാതിരുന്നാലുള്ള കുഴപ്പം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ഒറ്റപ്പെടും. കാരണം ഈ ഒരു ട്രോമ ബോണ്ടിങ്ങിൽ പെട്ടിടക്കുന്ന ആളുകൾക്ക് ഐസൊലേഷൻ കൂടാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ആ ഒരു ഒറ്റപ്പെടൽ ഒഴിവാക്കാൻ വേണ്ടി നിങ്ങളിത് ആരോടെങ്കിലും ഷെയർ ചെയ്തേ പറ്റൂ. 4, ഇതാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്, നിങ്ങൾ ബൗണ്ടറീസ് ശക്തമാക്കുക. ഒറ്റയടിക്ക് പാർട്ട്ണറോട് ഇല്ല, ഈ ബന്ധം ഇനി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല എന്ന് പറയുന്നതിന് പകരം പതിയെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അയാളോട് പറയുക. ഫോർ എക്സാമ്പിൾ, എന്നെ ഇങ്ങനെ അപമാനിക്കാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ അയാൾ എന്തെങ്കിലും നിങ്ങളെ ചീത്ത വിളിച്ചാൽ നിങ്ങൾ പറയണം, ഇനി ഇങ്ങനെ ചീത്ത വിളിക്കാൻ പറ്റത്തില്ല, എനിക്കത് ഇഷ്ടമല്ല എന്ന് പറഞ്ഞ് നിങ്ങൾ ഫോൺ കട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ അയാളുടെ അടുത്തുനിന്ന് മാറിപ്പോവുകയൊക്കെ ചെയ്യണം. ഇങ്ങനെ പതുക്കെ നിങ്ങളുടെ ബൗണ്ടറീസ് നിങ്ങളവിടെ വെക്കുക. അടുത്ത പോയിന്റ്, ഇമോഷണലായി ചിന്തിക്കുന്ന കുറയ്ക്കുക. നിങ്ങൾ പ്രാക്ടിക്കലായി ചിന്തിക്കുക. പലയിടത്തും ഇതാണ് സംഭവിക്കുന്നത്. എല്ലാവരും ഇമോഷണലി ചിന്തിക്കുക. ഞാൻ അവനെ അത്രയും സ്നേഹിച്ചു പോയതാണല്ലോ, അവൻ എനിക്ക് അത്രയും ഗിഫ്റ്റുകൾ മേടിച്ചു തന്നാണല്ലോ എന്നൊക്കെ ഇങ്ങനെ ഇമോഷണലി ചിന്തിക്കും. പക്ഷേ ഇമോഷണലി ചിന്തിച്ചുകൊണ്ട് നിങ്ങളെ ലൈഫിൽ എങ്ങും എത്താൻ പോകുന്നില്ല. പ്രാക്ടിക്കലി ചിന്തിക്കണം. പ്രാക്ടിക്കലി ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ബന്ധം മുന്നോട്ട് കൊണ്ടുപോയാൽ ലൈഫ് എവിടെ ചെന്നെത്തുമെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. അങ്ങനെ പ്രാക്ടിക്കലി ചിന്തിച്ച് മുന്നോട്ട് പോകുക. അടുത്തത്, ഒരു പ്രൊഫഷണൽ ഹെൽപ്പ് നേടുക. നിങ്ങൾക്ക് ഒറ്റയ്ക്ക് ഇത് ഡീൽ ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു കൗൺസിലറെ കാണുക. നിങ്ങൾ ഹെൽപ്പ് ഉറപ്പായിട്ടും നേടുക. വീട്ടുകാരെ ഈ കാര്യം മസ്റ്റായിട്ടും അറിയിക്കുക. നിങ്ങൾ ഈ ഒരു ബന്ധത്തിൽ നിന്ന് ഊരിപ്പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾ മാക്സിമം ആളുകളെ അറിയിക്കുക. നിങ്ങളുടെ അടുത്ത ഫ്രണ്ട്സ്, വീട്ടുകാർ, അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ കൗൺസിലറിന്റെ ഹെൽപ്പും നിങ്ങൾ നേടുക. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരിൽ ട്രോമ ബോണ്ടിങ്ങിൽ പെട്ടുകിടക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ തിരിച്ചറിയുക, നിങ്ങൾ ഒരിക്കലും ഒരു നല്ല സ്നേഹബന്ധത്തിലല്ല ഉള്ളത്. ഇതൊരു ട്രാപ്പാണ്. ആ ട്രാപ്പിൽ നിന്ന് നിങ്ങൾ ഊരിപ്പോരാൻ നിങ്ങൾ തന്നെ ശ്രമിക്കുക. ഒരിക്കലും നിങ്ങളത് ലൈഫ് ലോങ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കരുത്. ഇത് ലൈഫ് ലോങ് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്ന ഒരു അവസ്ഥയല്ല. അതുകൊണ്ട് പ്രാക്ടിക്കലായി ചിന്തിച്ച് പ്രാക്ടിക്കലായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.